ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ ദിവസം ആയിട്ടില്ല, ഇടവിട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി ഒന്നും വീഡിയോ ഇടുമ്പോൾ ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇടവിട്ടിട്ടാണ് കേട്ടോ ഇടുന്നത്. ആരും നമ്മുടെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, രാവിലെ തന്നെ നമ്മുടെ ഈ തെങ്ങുണ്ടല്ലോ അങ്ങോട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, മഴയത്തൊക്കെയാണ്, അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തെങ്ങിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. അതിപ്പോൾ ഞാൻ രാവിലെ നീച്ച് വിടുമ്പോൾ തന്നെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് അങ്ങനെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറിന് തീ പൂട്ടിയിട്ടുണ്ട്, ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയല്ല കാപ്പിയാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊന്നും നീച്ചിട്ടില്ല, അവർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ കാരണം കൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ഒന്നും നീക്കണില്ല കേട്ടോ. ഒരു 7 മണിക്ക് ശേഷം തന്നെ അവർ നീക്കണുള്ളൂ. ഇപ്പോൾ ഒരു 6 മണി 6:15 ആ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ചായ വെച്ചപ്പോൾ കൂട്ടാൻ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ മേലെ കൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താണ് കേട്ടോ. നമ്മൾ ഗ്യാസൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ കറി പോയത് മാത്രം ഒന്ന് വെറുതെ തുടച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ചോറിന് തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാനതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് അരി കഴുകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല തിളച്ചിട്ടൊന്നുമില്ല, എന്നാലും ചൂടായിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളം ചൂടുവെള്ളം കൂടി മിക്സ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക, കഴുകാൻ പറ്റില്ലല്ലോ, നല്ല ചൂട് കാരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മട്ടരി കാരണമുണ്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തേന്ന് പറയുമ്പം ഈ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചരിയും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പലഹാരമൊന്നും ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഇന്നലെ ഏട്ടൻ മാവ് മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച അരിമാവാണ്. അപ്പോൾ അത് ഇങ്ങനെ മേടിച്ചിട്ട് വന്നപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുട്ടികൾ കുറേ ദിവസമായി പറഞ്ഞു, അമ്മ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഏട്ടൻ്റെ മാവ് മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ പിന്നെ വെക്കണത്. അപ്പോൾ ഇനി സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ആവും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ചോറ് കഴിക്കാനും കൂടിയിട്ടുള്ളതല്ലേ. അപ്പോൾ 2 പ്രാവശ്യം ഒന്നും ഇനിയിപ്പോൾ കറി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് കാര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ദോശയിലേക്ക് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണ സാമ്പാർ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവിടുത്തെ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റല്ലേ ഉണ്ടാവുക. ഞങ്ങൾ വീട്ടിൽ വെക്കുന്ന സാമ്പാർ ദോശയിലേക്ക് എടുക്കാറില്ല. ഒന്നല്ലെങ്കിൽ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ ചെയ്യാറ്. മിക്കവാറും സാമ്പാർ കൂട്ടാറില്ല, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാറൊക്കെ എങ്ങനെയും ചെല്ലുമല്ലോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാനായിട്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് മാവൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് വെക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കണ്ടില്ലേ, ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് ചൂടാറിയിട്ട് പാത്രത്തിലേക്കായിട്ട് കൊട്ടി വെക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് പണികളാണെന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസിൽ തന്നെ വേഗം വെക്കാമല്ലോ, കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും കിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ടൊരു തട്ടിക്കൂട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓവറായിട്ട് വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒരുപാട് പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ കറിയിലത്തെ ഏട്ടൻ മാത്രമാണ് കൂടുതലും ഈ പച്ചക്കറിയൊക്കെ കഴിക്കുകയുള്ളൂ. ഞാനങ്ങനെ പച്ചക്കറി ഒന്നും എടുക്കാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ കുമ്പളങ്ങയൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ പച്ചക്കറികളൊന്നും താല്പര്യമില്ല. ഒക്കെ ചാറ് മാത്രമാണ് കേട്ടോ കൂട്ടുള്ളൂ. അത് കാരണം ഞാൻ അധികം പച്ചക്കറിയൊന്നും കൂട്ടി ഇട്ടിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ കണ്ടില്ലേ, എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പ് നമ്മൾ നേരത്തെ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഒരുമിച്ചായിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത്. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിയൊക്കെ ഒഴിക്കലും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അവസാനത്തെ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്, ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഏട്ടൻ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏട്ടൻ വർക്കിന് പോയിട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ വൈകുന്നേരത്ത് വന്നിട്ട് ആ തെങ്ങിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റൊന്നും അടിച്ചു വരിയിട്ടുണ്ടായിരുന്നില്ല, മുറ്റത്തൊക്കെ ചെറുതായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും കാണാനില്ല കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ ഈ ഇലകളൊക്കെ അവിടെ അങ്ങനെ വെള്ളത്തിൽ പറ്റി പിടിച്ച് കിടന്നാൽ പിന്നെ അടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്കാണെങ്കിൽ ഒരുപാട് മുറ്റുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് നേരം പിടിക്കും കേട്ടോ ഈ മഴക്കാലത്ത് മുറ്റടിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉണങ്ങിയപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ച് വാരിയതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ തുമ്പിയും കിച്ചൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ചായ കുടി എല്ലാവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ തിരുമ്പി ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, സെറ്റ് മുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പ്രോഗ്രാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ വർക്കില്ല പറഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഏട്ടൻ പോയിട്ട് തിരിച്ചു വന്നാണ്, മഴ കാരണം കൊണ്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ പിന്നെ സപ്താഹത്തിൻ്റെ അന്ന് കഴിഞ്ഞ ദിവസം കേട്ടോ, ബുധനാഴ്ച നമ്മുടെ സപ്താഹമായിരുന്നു അമ്പലത്തിലത്തെ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റ് മുണ്ടാണ് കേട്ടോ. അത് ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ, മഴയൊക്കെ അല്ലേ, വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ട് അങ്ങനെ ഇവിടെ തന്നെയൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എടുക്കാമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നാമത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, ഡാൻസ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റ് വരികയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കോപ്പിറൈറ്റ് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റാക്കി എന്നിട്ട് പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ കോപ്പിറൈറ്റിന് കാണിച്ചപ്പോൾ ഞാൻ വേഗം ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. നമ്മൾ കോപ്പിറൈറ്റിൽ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല മഴക്കാറും ഉണ്ട്, നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഗോതമ്പ് കൊണ്ടാണ് അട ഉണ്ടാക്കണമെന്ന്. അപ്പം ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങ് ഏട്ടാ ഒക്കെ വെട്ടി വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെട്ടി ഒതുക്കി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ തല പോയ തെങ്ങായ കാരണം കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ വീടൊക്കെ പൊളിഞ്ഞേനെ. അപ്പോൾ എന്താ പറയുക, ഞാനപ്പോൾ അത് അടയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. നമ്മുടെ കിച്ചും തുമ്പി വീണ്ടും ഉറങ്ങിയിട്ട് അവർ ഇപ്പോൾ ഒരു 4 മണി 3 മണി 3:30 4 മണി ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചായക്ക് അത് അട ഉണ്ടാക്കുക, കുറേ ദിവസമായില്ലേ അടയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് അട ഉണ്ടാക്കുക, അരിപ്പൊടി കൊണ്ടല്ല കേട്ടോ, അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കൂടുതലും ഗോതമ്പ് പൊടി അല്ല കേട്ടോ ഉപയോഗിക്കാറ്, അരിപ്പൊടി തന്നെയാണ്. ഇപ്പോൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഇതും കൊണ്ട് ഉപയോഗിച്ചെന്ന് മാത്രം. അപ്പോൾ ഞാൻ അങ്ങനെ അടയൊക്കെ എല്ലാതും മടക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഗ്യാസിലെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെക്കാൻ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് അടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടയൊക്കെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇല കണ്ടാൽ തന്നെ അറിയാൻ വെന്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ അടയൊക്കെ റെഡിയായി, ഇനി കഴിക്കണ്ടേ കേട്ടോ വേണ്ടുള്ളൂ. അപ്പം ഞാനതൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കിച്ചു തുമ്പിയൊക്കെ നീച്ചു. അപ്പോൾ ഒരു 5 മണി 6 മണി ആ ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ നീച്ചിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് അട കഴിക്കാൻ കേട്ടോ. ഞാൻ ഒരെണ്ണം തന്നെ കഴിച്ചോളൂ, പിന്നെയൊക്കെ അത് മടുത്തു കേട്ടോ കഴിച്ചപ്പോൾ. മധുരമൊക്കെ കാരണം കൊണ്ടേ മട്ടിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ട് നല്ല സാപ്പിടലാണ് കേട്ടോ. അപ്പോൾ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാപ്പിയും അടയും എല്ലാതും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.